എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിരുന്നേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിരുന്നേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു ചിന്ത കാണാം. ദുഷ്ടന്റെയും വികടം പറയുന്നവന്റെയും കൂട്ടത്തിൽ നാം കൂടരുത് എന്നുള്ള വചനമാണ്. ദൈവത്തെ സേവിപ്പാനും സ്നേഹിപ്പാനും ഒരു മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിപ്പാനും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനും തിന്മയുടെയും ദുഷ്ടതയുടെയും പിന്നാലെ പോകുകയോ അവരുമായി കൂട്ടുകൂടുകയോ ചെയ്യുവാൻ പാടില്ലെന്നും അങ്ങനെ നാം കടന്നുപോയാൽ അത് നമ്മെ നാശത്തിൽ കൊണ്ടുപോയി എത്തിക്കുമെന്നും ഓർപ്പിക്കുക തന്നെയാണ്. 1-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്നുള്ളതാണ്. കാരണം ദുഷ്ടന്റെയും പാപികളുടെയും പരിഹാസികളുടെയും കൂട്ടത്തിൽ നാം കൂടിയാൽ നാം ദുഷ്ടന്മാരും പാപികളും നിരപരാധികളെ പരിഹസിക്കുന്നവരുമായി തീരും എന്നതുകൊണ്ട് നാം അത് ചെയ്യുവാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ നാം പരിശോധിക്കുമ്പോൾ സംഖ്യാപുസ്തകം 12-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴും ഭക്തിയോടുകൂടി ജീവിക്കുന്ന മോശ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മോശ, താൻ ദൈവജനത്തെ വളരെ കൃത്യതയോടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തന്റെ സഹോദരനായിരിക്കുന്ന അഹരോനും സഹോദരി മിരിയാമും മോശയ്ക്ക് വിരോധമായിട്ട് കൂട്ടുകൂടുവാനും ദുഷ്ടത ചിന്തിക്കുവാനും അനവധി ആളുകളെ കൂട്ടത്തിൽ കൂട്ടുവാനുമൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അവർക്ക് ഗുണകരമാകുമെന്ന് ചിന്തിച്ചുവെങ്കിലും നാം മുന്നോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, തിന്മ പ്രവർത്തിച്ചതുകൊണ്ട്, ദുഷ്ടത പ്രവർത്തിച്ചതുകൊണ്ട്, ഭക്തന് വിരോധമായി ചിന്തിച്ചതുകൊണ്ട്, ഭക്തനെ തകർക്കുവാൻ പരിശ്രമിച്ചതുകൊണ്ട് മിരിയാം കുഷ്ഠരോഗിണിയായി തീരുകയും അഹരോൻ മിരിയാമിന് വേണ്ടി മോശയുടെ അരികിൽ വന്ന് മോശയോട് ആഴമായി അപേക്ഷിക്കുകയും ചെയ്യുന്നതായ വാക്കുകൾ 12-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മിരിയാമിന് എന്താണ് പറ്റിയത്? മിരിയാം ജീവിതത്തിൽ ദുഷ്ടത ഹൃദയത്തിൽ വയ്ക്കുവാനും ഭക്തന് വിരോധമായി വികടം പറയുവാനും ആ നിലകളിൽ കൂട്ടുകെട്ടുണ്ടാക്കുവാനും ഇടയായി തൽഫലമായിട്ട് അവൾ രോഗിണിയായി തീരുവാൻ, അവൾ കുഷ്ഠരോഗം ബാധിക്കുവാൻ ഇടയായി തീർന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. രാജാക്കന്മാർക്കെഴുതിയ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴും കൃത്യമായി നീതിക്ക് വേണ്ടി നിൽക്കേണ്ട, ദൈവസന്നിധിയിൽ പരമാർത്ഥതയോടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയെ ദുഷ്ടതയുടെയും ചതിവിന്റെയും ഭക്തനെ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടി വരുവാൻ ഇടയായിത്തീർന്ന ചരിത്രമാണ് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഇസബേൽ പറഞ്ഞതനുസരിച്ച് ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്ത് നീചന്മാരായ, ദുഷ്ടന്മാരായ, പോഷ്ക് പറയുന്നവരായ ആളുകളെ ഭക്തനായ ഒരു ദൈവദാസന് വിരോധമായി ഇരുത്തിയിട്ട് ആ ഭക്തനെ നിർമ്മൂലനാശം വരുത്തിക്കളയുവാൻ കാരണമായി തീർന്നു എന്നുള്ളതാണ്. തൽഫലമായിട്ട് എന്ത് പറ്റി? തിന്മ പ്രവർത്തിച്ച ഇസബേലിനെ മാത്രമല്ല, അതിന് കൂട്ടം നിന്നവരെയും ദൈവം ശിക്ഷിപ്പാനിടയായി തീർന്നു എന്ന് തിരുവചനം വായിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദുഷ്ടത കൈമുതലാക്കി, പോഷ്ക് കൈമുതലാക്കി അങ്ങനെയുള്ളവരോടൊപ്പം നിൽക്കുന്നവരായിട്ട് നാം തീർന്നിട്ട്
നാം നാശത്തിലേക്ക് പോകുന്നവരായി തീരുകയല്ല, മറിച്ച് ദുഷ്ടതയ്ക്കും തിന്മയ്ക്കും വിരോധമായി നിലനിൽക്കുന്നവരും ദൈവസാന്നിധ്യം അനുഭവിച്ച് ദൈവാനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിതത്തിൽ മുന്നേറുന്നവരുമായി തീരേണ്ടതിന് നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ആ നിലകളിൽ നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കുന്നവരുമായി തീരാം. അതിന് സർവകൃപാലുവായ ദൈവം എന്റെ കേൾവിക്കാരായ നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. സ്നേഹമുള്ള ദൈവമേ, ഞങ്ങൾ ദുഷ്ടതയും തിന്മയും പ്രവർത്തിച്ച് ഇസബേലിനെ പോലെ തകർന്നു പോകുന്നവരായിട്ടല്ല, മിരിയാമിനെ പോലെ രോഗിയായിത്തീരുന്നവരായിട്ടല്ല, ഞങ്ങൾ ദുഷ്ടതയോടും വികടം പറയുന്നവരോടും കൂട്ടത്തിൽ കൂടാതെ നീതിക്കും നിഷ്കളങ്കയ്ക്കും വേണ്ടി നിന്ന് ദൈവാനുഗ്രഹം അനുഭവിക്കുന്നവരായി തീരുവാൻ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.